ബ്ലോക്കഡാടി കേരളത്തിൽ ഇന്ന് ആരോട് ബിഗ് ബോസ് കാണുന്ന ആരോട് വേണമെങ്കിലും നമ്മൾ പോയി ചോദിക്കുകയാണ്, ആരാണ് ബ്ലോക്ക് ഡാഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കേൾക്കാം. ജാസ്മിന്റെ ഫാദർ, കേരളത്തിലെ അല്ല ബിഗ് ബോസ് സീസൺ 6 ദ നമ്പർ 1 കണ്ടസ്റ്റന്റ്, സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ടുള്ള ജാസ്മിന്റെ ഫാദർ ജാഫറിക്ക. അപ്പൊ ഈ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്നൊന്നും പറഞ്ഞത് ഞാൻ കേട്ടത് എവിടുന്നാന്നറിയോ? ഒരു 2 ദിവസമായിട്ട് ഒരുത്തന്റെ വീഡിയോ കിടന്ന് സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ട്. അവൻ വന്നിട്ട് ജാസ്മിനെ അങ്ങ് വെളുപ്പിക്കുക. അതായത് ബിഗ് ബോസിന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആണ് ജാസ്മിൻ കുട്ടി. നിങ്ങൾ എന്തിനാണ് അവളെ നിങ്ങൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത്? അവളുടെ ചോര കുടിക്കാനായിട്ട് ഇവിടെ കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുത്തൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടേക്കുന്നുണ്ട്. അപ്പൊ അവിടുന്നാണ് ഞാൻ മനസ്സിലാക്കിയത് സെന്റർ ഓഫ് അട്രാക്ഷൻ ബിഗ് ബോസിന്റെ ജാസ്മിൻ ആണെന്നുള്ളത്. അപ്പൊ എന്തായാലും ആയിക്കോട്ടെ. അപ്പൊ ഈ ബ്ലോക്ക് ഡാഡി, നമ്മുടെ സ്വന്തം ജാസ്മിന്റെ വാപ്പ അണ്ണൻ, നാട്ടുകാരുടെ ഇടയ്ക്ക് ഇപ്പൊ ഭയങ്കര ഫേമസ് ആട്ടോ പുള്ളിയുടെ നാട്ടില്. അതായത് അണ്ണൻ ഓടി നടന്ന് വോട്ട് പിടിക്കുക ജാസ്മിൻ കൊച്ചിന് വേണ്ടി. അത് പുള്ളിയെ പറഞ്ഞിട്ട് കാര്യമില്ല, ഗതികെട്ട ഒരു തന്ത. എങ്ങനെയെങ്കിലും ആ കൊച്ചിനെ ഒന്ന് ജയിപ്പിക്കണ്ടേ ഇനി. ഇനി അവള് ജയിക്കാതെ ആ കപ്പും കൊണ്ടല്ലാതെ അവള് നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവളുടെ അവസ്ഥ? നാട്ടിലോട്ട് അവള് വരുമ്പോ അവളുടെ കയ്യിൽ കപ്പില്ലെങ്കിൽ ആൾക്കാരെല്ലാം എടുത്ത് അവളെ ഉടുക്കും. ഒന്നാമത് ഇപ്പൊ എടുത്ത് ഉടുക്കുന്നുണ്ട്. കപ്പിന്റെ പുറത്താണ്, കപ്പും കൊണ്ടാണ് വരുന്നതെങ്കിൽ അതും പറഞ്ഞങ്ങ് മറ്റേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പേരൊക്കെ അങ്ങ് മറ്റേ തേഞ്ഞു മാഞ്ഞു പോകും. അങ്ങനെ ആണല്ലോ. അപ്പൊ അതങ്ങ് പോകും. ഇല്ലെങ്കിൽ അവള് തീർന്ന്. അത് അറിയാവുന്ന വാപ്പ കഷ്ടപ്പെടും അവിടെ നടന്ന്. പാവപ്പെട്ടവർ ഓടി നടന്ന് കുടിയന്മാർക്കെല്ലാം കുപ്പി മേടിച്ചു കൊടുക്കുന്നു, ചേച്ചിമാർക്കെല്ലാം ബിരിയാണി മേടിച്ചു കൊടുക്കുന്നു. മറ്റേ ഇലക്ഷൻ ആയി കഴിഞ്ഞാൽ മറ്റേ വോട്ട് പിടിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥികൾ നടക്കത്തില്ലേ, ഏതാണ്ട് ആ ഒരു അവസ്ഥയാണ്. ഇതിപ്പം മോളുടെ കയ്യിരിപ്പ് കൊണ്ട് തന്തയാണ് വോട്ട് പിടിക്കാനായിട്ട് നടക്കുന്നത്. കഷ്ടപ്പാടാ. അപ്പൊ ചിലർക്ക് ഡൗട്ട് വന്നു കാണും, ഇപ്പൊ ഞാൻ എങ്ങനെ ഇത് അറിഞ്ഞെന്ന്. തെളിവ് തരാം. അപ്പൊ തെളിവ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യൂട്യൂബ് ചാനലില് ലൈഫ് ഓഫ് അനന്തു എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലില് അനന്തുവിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണണം. ഊക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദദാണ്ട് ഊക്ക്. അപ്പൊ നല്ല രീതിയിൽ ഊക്കി വിടുന്ന ഒരുത്തരാണ്. അപ്പം അനന്തുവിന് പേഴ്സണലായിട്ട് ഈ ജാസ്മിന്റെ നാട്ടിലുള്ള ഒരു പെൺകുട്ടി ഒരു വോയിസ് ക്ലിപ്പ് അയച്ചു കൊടുത്തു. അപ്പൊ അത് അനന്തു കുറച്ചു മുമ്പ് അനന്തു ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് ഷെയർ ചെയ്തു. ആ ക്ലിപ്പ് തന്നെ ഞാനും എടുത്തിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. കാരണം എനിക്കും കൂടെ എന്റെ സബ്സ്ക്രൈബേഴ്സിനൊന്ന് അറിയിച്ചു കൊടുക്കണമല്ലോ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ. സബ്സ്ക്രൈബേഴ്സിന് കേട്ടോ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോകും. ഞാൻ മറ്റേ സബ്സ്ക്രൈബേഴ്സ് അത് എന്താണോ നാക്ക് എപ്പോഴും കയറി ഒടക്കും ആ ഒരു വാക്ക് പറയുമ്പോൾ. അപ്പൊ എന്തായാലും എന്റെ സബ്സ്ക്രൈബേഴ്സ് കണ്ട, ഞാൻ പറഞ്ഞില്ലേ, എന്റെ സബ്സ്ക്രൈബേഴ്സിനെയും കൂടെ എനിക്ക് ഒന്ന് അറിയിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ ഒരു ക്ലിപ്പ് കേൾപ്പിച്ചു തരാം, ഒന്ന് കേട്ട് നോക്ക്. അതുമല്ല, ഇവര് കുറെ പൈസ ചെലവാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ പേരില്. അതായത് ഈ ഒരു ബിഗ് ബോസിന്റെ ഇതില് എങ്ങനെയെങ്കിലും ഇപ്പോഴേ ജാഫ്രിക്ക നാട്ടിൽ പറഞ്ഞു നടക്കുന്നത് എന്താ പറയാ, ജാസ്മിനെ വിൻ ചെയ്യത്തുള്ളൂ അങ്ങനെയാ പറയുന്നത്. കാരണം അവൻ അതിനുള്ള എന്തെങ്കിലും സെറ്റപ്പ് നോക്കണുണ്ട്. നല്ലപോലെ പൈസ ഇറക്കുന്നുണ്ട്, അത് ഉറപ്പാണ്. കാരണം ഈ നാട്ടിലെ തന്നെ കുറെ കുടിയന്മാർക്ക് ഇങ്ങനെ കള്ളും ഫുഡും വാങ്ങിച്ചിട്ട് കൊടുത്തിട്ട് ഊട്ടിയിരിക്കുക. പിന്നെ ഹോട്ട്സ്റ്റാർ എത്രയോ പേർക്ക് റീചാർജ് ചെയ്ത് കൊടുക്കുന്നത്. ഞങ്ങളിപ്പോ പറഞ്ഞു ഞങ്ങൾക്ക് റീചാർജ് ചെയ്ത് തരും. ഹോട്ട്സ്റ്റാർ റീചാർജ് ചെയ്ത് കൊടുക്കുക മോനെ, നമ്പറിങ് കൊണ്ടുപോവാ, ഞാൻ ചാർജ് ചെയ്ത് തരാം. ചാർജ് ചെയ്ത് കൊടുത്ത് വോട്ട് കൊടുപ്പിക്കുന്നു, വോട്ട് മേടിപ്പിക്കുന്നു, വോട്ട് കുത്തിക്കുന്നു. എന്ത് കഷ്ടപ്പാടല്ലേ പാവാ ഡാഡിക്കൂളിന്റെ അവസ്ഥ. നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും അപ്പൊ മിക്കവാറും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഡാഡിക്കൂൾ ഓടി നടന്ന് വോട്ടെല്ലാം പിടിച്ച് മോളെ ജയിപ്പിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം എന്ത് കാശായിരിക്കും, എന്തോരം കാശായിരിക്കും ഇയാൾ ഇറക്കുന്നത്. ഈ നാട്ടിലുള്ള ആൾക്കാർക്കെല്ലാം ഹോട്ട്സ്റ്റാർ റീചാർജ് ചെയ്ത് കൊടുക്കുക, കുപ്പി മേടിച്ച് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പണി വല്ലതും ആണോ? എന്റെ പൊന്നെണ്ണ സമ്മതിച്ചു. അതുപോലെ തന്നെ നിങ്ങളെ അധികം കുറ്റം പറയാനും പറ്റത്തില്ല ഡാഡിക്കൂൾ, ജാസ്മിന്റെ ഡാഡിക്കൂൾ. കാരണം വേറൊന്നും കൊണ്ടല്ല, താങ്കളുടെ അവസ്ഥ അതാണ്. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഗതികെട്ട അവസ്ഥ. നിങ്ങളൊന്ന് മറ്റേ നിസ്കരിക്കാൻ നേരത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹു നന്ദി, ഇതിൽ കൂടുതലൊന്നും എനിക്ക് വരുത്തിയില്ലല്ലോ, ഇത്രയല്ല വന്നുള്ളൂ എന്ന് പ്രാർത്ഥിക്ക്. പിന്നെ വേണമെങ്കിൽ ഒരു പരാതിയും കൂടെ പറ, ഇങ്ങനത്തെ ഒരു പുത്രിയെ തന്നേന്. നല്ല ഒന്നാന്തരം സുന്ദരി പുത്രി. എന്ത് ചെയ്താലും നാട്ടുകാരുടെ അടുത്ത് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്, നിങ്ങൾ അതിനകത്ത് കാണണം. ഇവളുടെ വാപ്പ ഇവിടെ എങ്ങനെയെങ്കിലും വെളുപ്പിക്കാൻ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, ഓട്ടൊക്കെ പിടിച്ച് എങ്ങനെയെങ്കിലും അതിനൊന്നും ചെയ്യിപ്പിക്കാൻ. അത് അതിനകത്ത് കാണിക്കുന്നത് മറ്റേ ഒരു പെട്ടി ഇന്ന് വന്നപ്പോഴത്തേക്ക്, ഇന്ന് മറ്റേ പുറത്തുനിന്ന് എവിക്റ്റായി പോയ ആൾക്കാർ കുറച്ചുപേര് കയറി വരുന്നുണ്ട്. അതിനകത്ത് ഇന്ന് രാവിലെ നമ്മുടെ ജാൻമണി വന്നു, പിന്നെ വൈകിട്ട് ഒരു പെട്ടി വരുന്നുണ്ട്. അപ്പൊ ആ പെട്ടി വന്ന ഉടനെ ജാസ്മിൻ അവിടെ നിന്നിട്ട്, അള്ളാ ഞാൻ പ്രാർത്ഥിച്ച ആള് തന്നെ ആയിരിക്കണേ, എത്രയും പെട്ടെന്ന് വരണേ, അത് തുറക്കുമ്പോ അതിനകത്ത് ഞാൻ ആഗ്രഹിച്ച ആളായിരിക്കണേ. ആരെ ആഗ്രഹിക്കാനാ? നമുക്കറിയാം അവൾ ആരെ ആഗ്രഹിക്കുന്നതെന്ന്. ഇതെല്ലാം ക്യാമറക്കകത്തൂടെ ജനങ്ങൾ കാണുന്നുണ്ട്.
നിനക്ക് മതിയായില്ലേ മോളെ? നിനക്ക് നിർത്തിക്കൂടെ ഈ പരിപാടി? ചപ്രി, ഇതെല്ലാം കേൾക്കുന്ന ചപ്രിയുടെ അവസ്ഥയോ? നാട്ടുകാർ അപ്പ അവനെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് പുറത്ത്. അവിടെ ജബ്രിയുടെ പേര് പറയും, പുറത്ത് അവര് തെറി കേൾക്കും. ഇങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. കാരണം അവനെ കേൾക്കത്തുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇവനെന്ത് കൈവശമൊക്കെ കൊടുത്തേ? അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാ. ഇവനെന്ത് കൈവശമൊക്കെ കൊടുത്തേ? എന്ത് പറയാൻ അങ്ങനെയുള്ളവരോട്? അതുപോലെ തന്നെ ചില ചേട്ടന്മാരെ ഞങ്ങളുടെ ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് ഞാൻ നമ്മുടെ ജാസ്മിനെ പറ്റി ഒരു വീഡിയോ ലൈക്ക് അവൾക്കെതിരെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ജിൻഡോ ചേട്ടനെ പൊക്കി പിടിച്ചു, ജിൻഡോടെ PR. ഇപ്പം ജാസ്മിനെ പറ്റി എന്തെങ്കിലും അവിടെ ചെയ്യുന്ന ഏതെങ്കിലും ഒരു നല്ലൊരു കാര്യം, അത് ഞാൻ കാണുന്നത് ചീത്ത കാര്യങ്ങൾ പറയും. എന്റെ കണ്ണിൽ ഒരാൾ ചെയ്യുന്നത് ഇച്ചിരിയെങ്കിലും നല്ല ഉണ്ടെങ്കിൽ അത് ഞാൻ പറയും. ഉടനെ എന്തെങ്കിലും ഒരു ചെറുത് നല്ല പറഞ്ഞാൽ ഉടനെ ഞാൻ ജാസ്മിന്റെ PR ആയി. ഇതൊന്നുമല്ല, സായിയെ ഞാൻ കുറ്റം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറെ പേര് അതും പൊക്കി പിടിച്ചോണ്ടാ വരുന്നത്. നിനക്ക് സായിയോട് എന്തോ വിദ്വേഷമാണ്, നിനക്ക് പേഴ്സണൽ ഗ്രഡ്ജാണ്. എന്ത് പേഴ്സണൽ ഗ്രഡ്ജ് എന്നാ വരുന്നു? സായിയെ പറ്റി കുറച്ച് ഇൻഫർമേഷൻ കൂടെ തരാനുണ്ട്. ഇതിനകത്ത് തന്നെ തീരാൻ നേരത്തേക്ക് തരാൻ ഞാൻ. അപ്പൊ നമുക്ക് അടുത്ത ക്ലിപ്പും കൂടി ഒന്ന് കേൾക്കാം. അധികം ഞാൻ നീട്ടുന്നില്ല, കാണ്. ബോസ് കണ്ടസ്റ്റന്റ് ജാസ്മിന്റെ വാപ്പ ജാഫർ അങ്കിളിനെ കുറിച്ചിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അങ്കിൾ ഫസ്റ്റ് ടൈം നമ്മുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാർ ഉണ്ടോ? ഹോട്ട്സ്റ്റാർ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് തരാം ജാസ്മിന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഹോട്ട്സ്റ്റാർ ഉണ്ട്, നമ്മൾ എന്നും ഷോ കാണാറുണ്ട്, നമ്മൾ റീചാർജ് ഒക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്, നമ്മൾ എന്നും വോട്ടും ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ അങ്കിളിന്റെ വായിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തർക്ക് ചോദിക്കുന്ന കേൾക്കുന്നത്, നിങ്ങൾ നമ്പർ തരുമോ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ നമ്പർ വാങ്ങും. ഇപ്പൊ ഒരാളുടെ അടുത്ത് നമ്പർ ഇപ്പൊ വാങ്ങിയിട്ട് അങ്കിൾ വാങ്ങിച്ചിട്ട് അങ്കിൾ പറയും, നിങ്ങളുടെ നമ്പറിൽ ഒരു OTP വരും, ആ OTP എനിക്ക് പറഞ്ഞു തരുവാണെങ്കിൽ എന്റെ മോൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. അങ്ങനെ കുറെ പേരുടെ അടുത്തുനിന്ന് കുറച്ച് ഹ്യൂജ് ആയിട്ട് കുറച്ച് പേരുടെ അടുത്തുനിന്ന് അങ്കിൾ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് വോട്ടും ചെയ്തിട്ട് അങ്കിൾ തന്നെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് 1000-ലധികം വോട്ട് ചെയ്തു എന്ന്. അത് പറയുന്നത് മൺഡേ ആണ്. അപ്പൊ നമ്മുടെ വോട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒരു 6 days ഉണ്ടല്ലോ. അപ്പൊ 1000-ലധികം വോട്ട് ഒരു ദിവസം ചെയ്യുമെങ്കിൽ ഈ 6 ദിവസം 6000-ലധികം വോട്ട് ജാസ്മിന് കിട്ടും. ഓക്കെ, അതല്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അങ്കിൾ സ്വന്തമായിട്ട് ഇത് ചെയ്യാനുള്ള ഒരു ഇതില്ല. കാരണം നമുക്ക് അങ്കിളിനെ കുറേ ഒത്തിരിയായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പൊ ആളെ നമുക്ക് അറിയാവുന്നിടത്തോളം ആളുടെ ബുദ്ധിയിൽ വന്ന ഒരു കാര്യമേ അല്ല ഇത്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് അങ്കിൾ. ഞാനെന്ന് വെച്ചാൽ ഒരു 6 വർഷത്തോളായിട്ട് ബിഗ് ബോസ് കാണുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ നമ്മുടെ ഒരു വോട്ടും മറ്റേ സൈഡിൽ ഒരു ബൾക്ക് വോട്ടും അവർക്ക് മറ്റൊരു കണ്ടസ്റ്റൻസിന് കിട്ടുമ്പോൾ പ്രേക്ഷകൻ എന്ത് വാല്യൂ എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എനിക്കിതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഇതിപ്പം ജാസ്മിൻ എന്റെ നാട്ടുകാരി ആയതുകൊണ്ട് ഞാനിത് പറഞ്ഞു. ഇതിപ്പം വേറെ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടാവാം മേ ബി, പക്ഷെ ഇവിടെ നടന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൽ ഇങ്ങനത്തെ കളികളൊക്കെ ഉണ്ട്. മിക്ക സ്ഥലങ്ങളിലും ഇത് നടക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ജാസ്മിന്റെ ആയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പുറത്തു വരും. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ, എന്റെ പൊന്ന് ജാഫറിക്ക, താങ്കളെ പരിപാടി നിർത്ത്. ഒന്നാമത് തന്നെ തേഞ്ഞിരിക്കുക. ഇനി ഇങ്ങനത്തെ ഓരോ പരിപാടിക്ക് ഇറങ്ങി തന്റെ നാട്ടുകാർ തന്നെ പുറത്ത് പറയും. വെറുതെ നാണം കിടല്ലേ, വെറുതെ നാണം കിടല്ലേ. ഇനിയിപ്പം എങ്ങാനും ഇനി അവളെ ജയിച്ചാൽ തന്നെ, അവൾ ജയിക്കാനുള്ള ചാൻസ് എനിക്കറിയത്തില്ല. ഞാൻ അതിനെക്കാട്ടിലും കൂടുതൽ ഒരുപാട് ഫാൻസ് ഉള്ള ആൾക്കാരെ ഞാനിവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കറിയത്തില്ല ജാസ്മിൻ ജയിക്കുമെന്ന്. ഇനി അഥവാ അവൾ ജയിച്ചാൽ തന്നെ ഈ പരിപാടി കാണിച്ച് അവൾ ജയിച്ചെന്നേ നാട്ടുകാരെല്ലാം പറയത്തുള്ളൂ. അത് കപ്പും കൊണ്ട് വരുന്നതിനെക്കാട്ടിലും ഏറ്റവും വന്നില്ലെങ്കിൽ ഇത്ര നാണക്കേടില്ല. ഇനി അവൾ ഇങ്ങനെയൊക്കെ വന്നതിന് ശേഷം അവൾ ആ കപ്പും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നാണം കെട്ട് നാറും. കേരളത്തിൽ ഒരു മനുഷ്യൻ അവളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് താങ്കൾ ഈ പരിപാടിയൊക്കെ നിർത്ത്. മര്യാദയ്ക്ക് അവൾക്കൊരു 1000 വോട്ട് കിട്ടി, ആ 1000 വോട്ട് കിട്ടട്ടെ, അത്രയെങ്കിലും കിട്ടിയെന്ന് പറയാം. ഈ ഓരോ ഉടായ്പിലിറങ്ങി വെറുതെ നാണം കെടല്ലേ. ഒന്നാമത് നാണം കെട്ട് ചീഞ്ഞില്ലേ, കഷ്ടം. പിന്നെ ഞാൻ ആദ്യമേ തൊട്ട് പറയുന്നില്ലേ, അയാളെ ഒരു പരിധി കൂടുതൽ കുറ്റം പറയാം. അതാ 2 പേഴ്സ്പെക്റ്റീവ് ഉണ്ട് ഇതിനകത്ത്. ഒരു പരിധി കൂടുതൽ അയാളെ എന്ത് പറയാനാ? ഇങ്ങനത്തെ ഇവരുടെയൊക്കെ കാര്യത്തിൽ നമ്മൾ 2 പേരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കണം. അല്ലാതെ ചുമ്മാ ഒരാളുടെ മാത്രം ചിന്തിച്ച് ഒരാളെ മാത്രം എനിക്ക് അതിനോട് താല്പര്യമില്ല. അപ്പുറത്തെ ഒരാളുടെ ഇപ്പം അവളുടെ വാപ്പയുടെ സൈഡിൽ നിന്ന് നോക്കിയാൽ നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ ആദ്യമേ പറഞ്ഞ കണക്ക് അവസ്ഥ എങ്ങനെയെങ്കിലും ഒക്കെ പിശാചിനെ ജയിപ്പിച്ചെടുത്തില്ലെങ്കിൽ, പക്ഷെ ഇനിയിപ്പോ ഇത് പുറത്ത് വന്ന സ്ഥിതിക്ക് നിങ്ങൾ ജയിപ്പിച്ചിട്ടും കാര്യമില്ല അണ്ണ. നാണക്കേടാവും, അത് കൂടുതൽ നാണക്കേടാവും. അതുകൊണ്ട് മര്യാദക്കുള്ള ജയിക്കുവാണെങ്കിൽ ജയിക്കട്ടെ. ഇനി ആവശ്യമില്ലാത്ത ഈ പരിപാടിക്ക് ഇറങ്ങണ്ടെന്ന് ഞാൻ പറയാനുള്ളൂ. കുപ്പി മേടിച്ചു കൊടുക്കാനും ഹോട്ട്സ്റ്റാർ ആദ്യം ചെയ്ത് കൊടുക്കാനും. പിന്നെ അതിനകത്ത് ആ കൊച്ചു പറയുന്നുണ്ട്, പുള്ളി അവർക്ക് ആ കുറെ നാളായിട്ട് ആ പെൺകുട്ടിക്ക് അറിയാവുന്ന വർഷങ്ങളായിട്ട്. അപ്പൊ പുള്ളിക്ക് ഇത് ചെയ്യാനുള്ള ബുദ്ധിയൊന്നുമില്ല. ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കാം, PR ടീമോ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും. ഇപ്പം ഇടയ്ക്ക് ഒരു കുട്ടനെ വിളിച്ച് കുറച്ച് കഥയൊക്കെ പറഞ്ഞില്ലേ, അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് മറ്റേ മോളോടെല്ലാം പറയണമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ചിലപ്പോൾ ആ കുട്ടൻ പറഞ്ഞു കൊടുത്തേ ആയിരിക്കാന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ ഞാൻ ആണെന്നൊന്നും പറഞ്ഞില്ല. കാരണം ആ കുട്ടനെ പറ്റി നമുക്ക് ഇനി അടുത്ത ഒരു കാര്യം കേൾക്കാം. അതായത് ആ കുട്ടന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത്, കുട്ടന്റെ ഡ്യൂഡി ഇന്ന് കുട്ടനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഊക്കുക എന്നൊക്കെ പറയത്തില്ലേ, നല്ല മാന്യമായിട്ട് വന്നത് ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ട് ഊക്കി വിടുക, ഒരു ചിരി പോലും ഇല്ലാതെ കാര്യത്തോടെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ലൈക്ക് വിത്ത് എല്ലാ ഒരു പ്രൊഫഷണൽ ടച്ചും കീപ്പ് ചെയ്ത് നല്ല വൃത്തിക്കിരുന്ന് ഊക്കി വിടുക. അങ്ങനെ ഒരു പരിപാടി ഇന്നൊരാൾ ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടു.
ഞാൻ ഈ ഒരു വോയിസ് ഞാൻ കേട്ട സമയത്ത് ഞാൻ സ്പോട്ടിൽ സ്നേഹിച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്നേഹിച്ചിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ചേച്ചി ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് ഇല്ല, ഞാൻ ഇല്ലായിരുന്നു, എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം അറിയില്ല. പിന്നെ ഡൂഡ് അങ്ങനെ അങ്ങനെ സംസാരിക്കാൻ ഉള്ള സാധ്യത തീരെ ഇല്ലാതാനും. കാരണം അതിൻ്റെ ഒരു ആവശ്യം ഡൂഡിനില്ല എന്നുള്ള രീതിയിലാണ് സ്നേഹിച്ച് എന്നോട് പറഞ്ഞത്. ബിക്കോസ് ഡൂഡ് അതിനകത്ത് പോകുന്നത് ഡൂഡിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അതിനകത്തുള്ള ഒരു പ്രസ്തുത കണ്ടസ്റ്റൻറ്റിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ അവരുടെ ഫാമിലി പറഞ്ഞിട്ട് അത് കേൾക്കാൻ വേണ്ടിയിട്ടല്ല എന്നൊക്കെയാണ് സ്നേഹിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു പക്ഷെ അങ്ങനെ ഒരു വോയിസ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഒരു വോയിസ് ഉണ്ട് അങ്ങനെ. അപ്പോൾ അത് അപ്പം നിങ്ങൾ ഇപ്പം വെല്ലുവിളിച്ചിട്ട് ഇപ്പം അവരത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൂഡിനെ അത് ബാധിക്കില്ലേ, അല്ലെങ്കിൽ ഡൂഡിൻ്റെ ക്രെഡിബിലിറ്റീനെ ബാധിക്കില്ലേ, ഡൂഡ് ഇത്രയും ദിവസം ചെയ്ത വീഡിയോസിൽ ഉണ്ടായിരുന്ന നിലപാടുകളെ ബാധിക്കില്ല. അപ്പം സ്നേഹിച്ചോറും ഇല്ല, അത് പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. കാരണം ചിലപ്പം ഇങ്ങനെ സ്നേഹിച്ച് പറഞ്ഞ കാരണം ഇതായിരിക്കാം, ആ ഒരു വോയിസ് റെക്കോർഡിനകത്ത് ആകെ എന്താ പറയുന്നുള്ളത്, ഞാൻ നോക്കാം, ഞാൻ പറയാം, ആ ഒരു സാധനമാണ് പറയുന്നത്, അത് വലിയ എഫക്റ്റ് ആവില്ല എന്ന് സ്നേഹിച്ച് ആ സമയത്ത് വിചാരിച്ചിട്ടുണ്ടാവും. എന്താ കൂടി കൊല്ലാനൊന്നും പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ജയിലിലൊന്നും ഇടുവൊന്നുമില്ലല്ലോ. ഇപ്പം ആ പറയുന്ന വ്യക്തിൻ്റെ ജാഫർ അങ്കിളിനോട് സംസാരിച്ചു എന്ന് വെച്ചിട്ട് ജയിലിൽ അങ്ങനെയുള്ള തോട്ടായിരിക്കാം സ്നേഹിച്ച് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് ക്ലിയർലി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്നേഹിച്ചിക്ക് അങ്ങനെ ഒരു സംഭവം അറിയില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സാധനമുണ്ട്, വിവി അത് ഇടും എന്ന് പറഞ്ഞതാണല്ലോ എന്നുള്ളത്. ഓക്കെ, ഇതിപ്പോൾ എന്നിട്ട് ഇന്നലെ ഒരു ഇൻ്റർവ്യൂവിൽ സ്നേഹേശി പറഞ്ഞു ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നു അവിടെ. ഞാൻ ചോദിച്ചത് ആക്ച്വലി ഇങ്ങനെയായിരുന്നു, കാരണം ഐ നോ ദം വെരി വെൽ എന്ന് ഞാൻ പറയുന്നില്ല, ഐ നോ ദം, എനിക്ക് അറിയാം. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ നോർമലി എല്ലാവരും ഒരുമിച്ചാണ് ഉണ്ടാവുന്നത്, മോസ്റ്റ് ഓഫ് ദി ടൈം ഒരുമിച്ചാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോൾ ഒരു 43 മിനിറ്റൊക്കെ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓബ്വിയസ് ആയിട്ടും ഇവർ അറിഞ്ഞിരിക്കണം ഉണ്ടാവണം എന്നുള്ളൊരു സാധനം ഞാൻ ഭയങ്കര കൺസേൺഡ് ആയിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് എന്നുണ്ടെങ്കിൽ, പിന്നെ പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡൂഡ് ഇത്രയും കാലം ചെയ്ത ഒരു സാധനം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സീസൺ 6ന്റെ റിവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ വെറുതെ ആവില്ലേ, വെള്ളത്തിൽ വിട്ട വളിയാവില്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാനിത് ചോദിക്കുന്നത്. അപ്പോൾ സ്നേഹിച്ച് പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇട്ടോട്ടെ, പ്രശ്നമൊന്നുമില്ല എന്നുള്ളൊരു സാധനമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഈ പറയുന്ന കാരണം സ്നേഹിച്ച് അതിനകത്ത് പറയുന്നുണ്ട് അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇടട്ടെ. പിന്നെ ജാസ്മിൻ നമ്മളെ കുടുംബക്കാരോ ഡൂഡിൻ്റെ അമ്മാവൻ്റെ മോളോ മാമൻ്റെ മോളോ അല്ലെങ്കിൽ ജാസ്മിൻ ഡൂഡിൻ്റെ മകളോ ഒന്നും അല്ല എന്നുള്ളത്. അപ്പം ഇപ്പം ചിലപ്പം അവിടെ പോയി പറഞ്ഞ സ്ഥിതിക്ക് മകളായിട്ടുണ്ടാവും, എനിക്കറിയില്ല, മാമൻ്റെ മക്കളും ആയിരിക്കാം, നമുക്കറിയില്ലല്ലോ. ഫാമിലി അവരെ ബന്ധങ്ങൾ എനിക്കറിയില്ല, ഇവരെ ഡൂഡിൻ്റെ അമ്മ, അച്ഛൻ, സിസ്റ്റർ, ഫ്രണ്ട്, അങ്ങനെ കുറച്ച് ആൾക്കാർ ഇവരെ മാമൻ്റെ മക്കളാണ്, അതൊന്നും എനിക്കറിയില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, നമുക്ക് കുടുംബപരമായിട്ട് അറിയില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. ഇപ്പം എന്തായാലും എല്ലാവർക്കും മനസ്സിലായല്ലോ മാമൻ്റെ മക്കളാണെന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല വെൽ നീറ്റായിട്ട് പ്രൊഫഷണലിസം കീപ്പ് ചെയ്ത് അവളെ നോക്കി വിട്ടു, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇത് ആരാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് കുട്ടി നമ്മുടെ സായി കൃഷ്ണയുടെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതലൊന്നും അതിനകത്ത് പറയാൻ വന്നത്. ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ നമ്മുടെ സായി സീക്രട്ട് ഏജന്റിന്റെ ഭയങ്കര അടുത്തൊരു ഫ്രണ്ടാണ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ സായിയുടെ വൈഫ് ഒരു ഇന്റർവ്യൂവിന്റെ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നു പറയുന്നത്, അതായത് ഈ ജാഫ്രിക്ക നമ്മുടെ ജാസ്മിന്റെ ഫാദറും സായി ആയിട്ട് നടത്തിയ ആ ഒരു കോൺവെർസേഷൻ വീഡിയോ ക്ലിപ്പ് വിവി എന്ന് പറയുന്ന ചാനലിൽ വിവി ഹിയർ എന്ന് പറഞ്ഞ ചാനൽ വിവി ഇട്ടപ്പത്തേക്ക് ഇടുന്നതിന് മുമ്പ് സായിയുടെ വൈഫ് പറയുന്നുണ്ടായിരുന്നു അവരുടെ സീക്രട്ട് ഏജന്റിന്റെ യൂട്യൂബ് ചാനലിൽ ഇരുന്ന് ഇട്ടോ അങ്ങനെയുള്ള സാധനങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഇട്ടോ. എന്നിട്ട് ഇന്നലെ വന്നിട്ടിരുന്ന് പറയുന്നുണ്ടായിരുന്നു എനിക്ക് അറിയായിരുന്നു, ഞാൻ കേട്ടതായിരുന്നു എന്നൊക്കെ ഇന്നലത്തെ മറ്റേ ഇന്റർവ്യൂവിൽ വന്നിരുന്നു, മിനിഞ്ഞാന്നത്തെ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് തള്ളുന്നുണ്ടായിരുന്നു. അപ്പം സംഗതി ഇത്രേ ഉള്ളൂ. ഹെലൻ ഓഫ് സ്പാർട്ടയും ഊക്കി വിട്ടു നൈസായിട്ട്. നിങ്ങൾക്ക് കേട്ടവർക്ക് മനസ്സിലാവും എന്താണെങ്കിലും. അപ്പം സംഗതി വേറൊന്നുമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, സായിയുടെ വൈഫിന് ഇങ്ങനത്തെ ഒരു കോളിനെ പറ്റി അറിയത്തില്ലായിരുന്നു. അതാണ് സത്യം പറഞ്ഞ ഉള്ള കാര്യം. അതങ്ങ് ഓപ്പണായിട്ട് പറഞ്ഞാൽ തീരാവുന്ന കേസേ ഉള്ളൂ. അറിയത്തില്ലായിരുന്നു. അറിയാമെങ്കിൽ സായിയായിട്ട് ഇത്രയും അടുത്ത് നിൽക്കുന്ന ഡ്യൂഡിന്റെ അടുക്ക് ഈ ഒരു ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന കുട്ടിയെടുക്ക പറയാ, അവർക്ക് അതാണ് ദേഷ്യം. അവളുടെ ഈ ഒരു ഫുൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സ്പാർട്ടയ്ക്ക് നല്ല വൃത്തിക്ക് ദേഷ്യം വന്നിട്ടുണ്ട് സായിയുടെ വൈഫിനോട്. കാരണം ചോദിച്ചപ്പോൾ മര്യാദയ്ക്ക് ഉള്ള കാര്യം, അവരൊക്കെ കുറെ വർഷങ്ങളായിട്ട് 5 വർഷം കണ്ടിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പം അവള് ചോദിച്ചപ്പോൾ പോലും പറഞ്ഞില്ല എന്നൊക്കെ. എന്നിട്ട് അവര് പറയുന്നു, അവള് തന്നെ സായിയുടെ വൈഫ് പറയുന്നുണ്ട്, എന്നോട് കുറെ പേര് ചോദിച്ചു, ഞാൻ പറഞ്ഞിട്ടില്ല, വളരെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരോടെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത്രയും ഇതായിട്ട് ഒരാൾ വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്ക്, അതും വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാൾ ചോദിക്കുമ്പം അയാളോടും കള്ളം പറഞ്ഞ് അയാളെ വെറുപ്പിച്ചില്ലേ. ഇപ്പൊ അതല്ലേ സംഭവിച്ചേക്കുന്നത്. വേണമെങ്കിൽ ഒരു സൈഡിൽ നിന്ന് നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ ഞാനാണെങ്കിലും നോക്കുമ്പോഴത്തേക്ക് സ്പാർട്ടയ്ക്ക് ദേഷ്യം വന്നു, പാട്ടക്കുട്ടിക്ക് ദേഷ്യം വന്നപ്പോൾ പാട്ടക്കുട്ടിയെ എടുത്തിട്ട് അങ്ങ് അലക്കി. അത്രേ ഉള്ളൂ. വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷെ എന്നാൽ കൂടി ഇത്രയും വർഷം അറിയാവുന്ന ഒരാൾ ചോദിക്കുമ്പോൾ പറയുന്നതിനകത്ത് എന്താ തെറ്റ്?
അല്ല, അതിനകത്ത് ഇപ്പൊ അവള് തന്നെ ഈ വീഡിയോ നിങ്ങൾ മൊത്തം പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അതിനകത്ത് വലിയ തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അവളോടുള്ളത് പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്താ, അവളപ്പം പറഞ്ഞേനെ ചേച്ചി എന്നാ പിന്നെ ഇങ്ങനെ പറയണ്ടായിരുന്നു. ഇതിപ്പോ അങ്ങോട്ട് ചെന്ന് ചൊറിഞ്ഞ മേടിച്ചാണ് കൈപ്പോയി. ആ ഇട്ടോ എന്ന് പറഞ്ഞാൽ അവനെടുത്ത് ഇടുക ചെയ്തതേ മുട്ട മണിയും കിട്ടി ഇല്ലേ? ആൾക്കാരെല്ലാം എടുത്ത് ഉടുത്തില്ലേ? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് അറിയത്തില്ല. സ്നേഹയ്ക്ക് അത് അറിയാമായിരുന്നു. സായിയായിട്ട് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ട്, അങ്ങനെ ഒരു ക്ലിപ്പ് ഉണ്ടെന്ന് സ്നേഹയ്ക്ക് അറിയാമായിരുന്നെങ്കിൽ സ്നേഹം ഒരിക്കലും, എനിക്ക് തോന്നുന്നില്ല ആ ഒരു വീഡിയോയ്ക്കകത്ത് ഇരുന്നിട്ട് ആ ഇട്ടോളാൻ പറയുമെന്ന്. ഇട്ടപ്പോഴത്തേക്ക് എന്താ നെഗറ്റീവ് ആയത്? ഇത് സ്നേഹം പൊട്ടിയൊന്നുമില്ലല്ലോ. സ്നേഹയ്ക്ക് അറിയാലോ ഇട്ട് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന്. എന്നിട്ട് സ്നേഹ അത് പറഞ്ഞു, ഇട്ടോളാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹ അറിഞ്ഞിട്ടില്ല. ഇന്റർവ്യൂവിൽ വന്നിട്ട് അങ്ങ് തള്ളിയതാ, അല്ലാതെ വേറൊന്നും അല്ല. അതിന്റെ ഇപ്പൊ ആ കൊച്ചു എടുത്തിട്ട് അങ്ങ് തന്നില്ലേ? മൊത്തത്തിൽ കിട്ടിയല്ലോ, പൊതിരെ കിട്ടിയല്ലോ, സായിക്കുട്ടനും വൈഫിനും കൂടെ. അപ്പം ജാസ്മിന്റെ വാപ്പയും. അപ്പം ഇപ്പൊ ഒരു പൊതുവേ ഉള്ളൊരു സംസാരമുണ്ട്, അതായത് പുറത്ത് ജാസ്മിന് വേണ്ടി കളിക്കുന്ന മേലൊരു യൂട്യൂബർ ഉണ്ട്, ജാസ്മിനെ മറ്റേ ഏറ്റവും മണ്ടക്കി കയറ്റി വെക്കാൻ. അപ്പൊ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇത് സായിക്കുട്ടനാണെന്ന്. പക്ഷെ സായിക്കുട്ടൻ ഇപ്പൊ വീഡിയോ ഇടാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ അവൻ മറ്റേ ജാസ്മിനെ താങ്ങാൻ ചെല്ലുന്നുണ്ട് എന്തായാലും. അത് ഈ വീഡിയോയ്ക്കകത്ത് നമുക്ക് മനസ്സിലാവും. അവൻ അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ കാണിച്ചൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഇനിയും പിന്നെ ഞാൻ കൂടുതൽ അവനെ പറ്റി ഒന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ മറ്റേ പേഴ്സണൽ ഗ്രഡ്ജ്, അതിപ്പോ ആരെങ്കിലും എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു വെച്ചാൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പറയുന്നവര് പറയട്ടെ എന്നേ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് ഒരു തേങ്ങയില്ല. കാരണം ഞാൻ ജാസ്മിനെ പറ്റി പറയും, സായിയെ പറ്റി പറയും. നാളെ ഇനിയിപ്പം സിബിന്റെ പുതിയ വീഡിയോ വന്നു കഴിഞ്ഞാൽ ഞാനത് കണ്ടിട്ട് സിബിന്റെ തെറ്റുണ്ടെങ്കിൽ ഞാൻ അതും പറയും. ഞാൻ പറയും. എനിക്കല്ലാതെ പ്രത്യേകിച്ച് ഇവരാരും കാശൊന്നും തരുന്നില്ല കേട്ടോ. അത് നിങ്ങൾ ആദ്യമേ ഒന്ന് അറിയണം കേട്ടോ. ഈ പറയുന്നവര് എനിക്ക് ഇവരാരും പ്രത്യേകിച്ച് കാശ് തരുന്നില്ല. ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് ആരെങ്കിലും വല്ലതും കണ്ടു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് വല്ലതും കിട്ടിയാലേ ഉള്ളൂ. ഓക്കെ, അപ്പോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്